ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 36-ാം ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ആ അമ്മയുടെ കണ്ണുകൾ ഭിത്തിയിൽ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന മകളുടെ ചിത്രത്തിലേക്ക് പതിച്ചു. ആ കുസൃതി കണ്ണുകൾ തന്നെ നോക്കി എന്തൊക്കെയോ മന്ത്രിക്കുന്നത് പോലെ. അവളുടെ ആ മനോഹരമായ പുഞ്ചിരി അവരെ കാലത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ ഉദരത്തിൽ ആ കുഞ്ഞു ചലനം അറിഞ്ഞ നിമിഷം ആ അത്ഭുതവും സന്തോഷവും, ആ ഗർഭകാലഘട്ടം മുഴുവനും ഓരോ രാത്രിയും റാമിൻ്റെ സ്നേഹം തന്നെ പൊതിഞ്ഞു. ആ ചുണ്ടുകൾ, പിറക്കാൻ പോകുന്ന ആ പൊന്നോമനയ്ക്ക് നൽകിയ ചുംബനങ്ങൾ എല്ലാം ഓർത്തെടുക്കുമ്പോൾ ആ അമ്മയുടെ നെഞ്ചിൽ തീരാ നോവ് പടർന്നു. ആ രാത്രിക്ക് നീളമേറെയായിരുന്നു. ഓരോ നിമിഷവും ഒരു യുഗം പോലെ അവൾക്ക് തോന്നി. മകളുടെ ഓർമ്മകൾക്ക് ചുറ്റും അവളൊരു കോട്ട കെട്ടി. 3 ദിവസങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങിപ്പോയ നോവ മടങ്ങി വന്നത് ഒരു ആംബുലൻസിൻ്റെ തണുത്ത പിൻസീറ്റിലായിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ആ നിശ്ചല ശരീരം വീടിൻ്റെ ഉമ്മറത്തേക്ക് എടുത്തു വെക്കുമ്പോൾ അവിടെ ഉയർന്ന നിലവിളികളേക്കാൾ ഭയാനകമായത് വർഷയുടെ മൗനമായിരുന്നു. കരയാൻ പോലും മറന്നുപോയ ആ അമ്മ മകളുടെ മൃതദേഹത്തിനരികിൽ ഒരു കാവൽക്കാരിയെപ്പോലെ, ശില പോലെ ഇരുന്നു. കണ്ണുനീർ പുഴയിൽ സ്വയം മുങ്ങി മരിച്ച റാമിൻ്റെ തളർന്ന ശരീരവും ഹൃദയം നുറുങ്ങിപ്പോയ മുത്തശ്ശൻ്റെ തേങ്ങലുകളും ആ വീടിൻ്റെ അന്തരീക്ഷത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കി. സ്നേഹത്താൽ ആ കുഞ്ഞു നോവ കെട്ടിപ്പടുത്ത കൊച്ചു ലോകം ആ നിമിഷം എന്നേക്കുമായി തകർന്നു വീണിരുന്നു. ആ മകൾ എന്നേക്കുമായി മാതാപിതാക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് മണ്ണിലേക്ക് മടങ്ങുന്ന ആ നിമിഷം, ആ കാഴ്ച ആരെയും പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. പിതാവിൻ്റെ നെഞ്ചിലെ തീയും വർഷയുടെ മൗനത്തിലെ ഭീകരതയും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ടായിരുന്നു. ഒരു കുഞ്ഞില പോലെ അവൾ മണ്ണിൽ ലയിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ജീവിതത്തിലെ സൂര്യൻ എന്നേക്കുമായി അസ്തമിക്കുകയായിരുന്നു. ADGP അലോക് വർമ്മയുടെ ഓഫീസ്, ഫെബ്രുവരി 15, രാവിലെ 10 മണി. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ അണിനിരന്നിരുന്നു. മുറിയിലെ വായു പോലും കനത്ത ഭാരമുള്ളതുപോലെ എല്ലാവരുടെയും മുഖത്ത് നിരാശയും അസ്വസ്ഥതയും തളം കെട്ടി നിന്നു. അലോക് വർമ്മ തൻ്റെ കസേരയിൽ ഗൗരവത്തോടെ ഇരുന്നു. ഫയലുകൾക്കിടയിലൂടെ അദ്ദേഹം ഓരോരുത്തരെയായി നോക്കി. ആ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. ഗുഡ് മോർണിംഗ് എവരിവൺ. അലോക് വർമ്മയുടെ ഗൗരവമേറിയ ആ മുഖം ഉദ്യോഗസ്ഥരെ ഓരോരുത്തരെയായി തറപ്പിച്ചു നോക്കി. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. റാം സാറിൻ്റെ മകൾ നോവ വിട പറഞ്ഞിട്ട് ഇന്ന് 5 ദിവസമാകുന്നു. ഈ കേസിൻ്റെ ഗൗരവം ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. അവൾ വെറും ഒരു DGPയുടെ മകൾ മാത്രമല്ല, മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ കൊച്ചുമകൾ കൂടിയാണ്. ഈ മരണത്തിൻ്റെ പിന്നിലെ സത്യം എത്രയും വേഗം നമ്മൾ പുറത്തു കൊണ്ടുവന്നേ തീരൂ. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് റിമോട്ട് അമർത്തിയതും മുന്നിലെ വലിയ LED സ്ക്രീനിൽ നോവയുടെ പുഞ്ചിരിക്കുന്ന ചിത്രം തെളിഞ്ഞു. ആ മനോഹരമായ മുഖം കണ്ടപ്പോൾ മുറിയിലെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം തലകുനിച്ചു. ലെറ്റ് മീ എക്സ്പ്ലെയിൻ, അലോക് തുടർന്നു. ഇതൊരു സാധാരണ അപകട മരണമാണെന്ന് ആരും കരുതണ്ട. സംഭവസ്ഥലം സന്ദർശിച്ച ആർക്കും മനസ്സിലാകും, ആ കാഴ്ച അത്രയ്ക്കും ആസൂത്രിതവും നാടകീയവുമായിരുന്നു. മാധ്യമങ്ങൾ ഇതിനകം തന്നെ ഇത് വലിയ വാർത്തയാക്കി കഴിഞ്ഞു. അദ്ദേഹം ഒരു ഫയൽ തുറന്ന് അതിലെ രേഖകൾ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇതാണ് നോവയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവിടെയാണ് ദുരൂഹതയുടെ തുടക്കം. മരണം സംഭവിച്ചിരിക്കുന്നത് ഒന്നിലധികം മരുന്നുകളുടെ അമിത അളവിലുള്ള സാന്നിധ്യം മൂലമാണ്. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾക്ക് മാത്രം നൽകുന്ന വീര്യമേറിയ മരുന്നുകളും ചില പ്രത്യേക അനസ്തേഷ്യ മരുന്നുകളും കൃത്യമായ അനുപാതത്തിൽ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചിരിക്കുന്നു. മുറിയിലൊരു ഞെട്ടൽ പരന്നു. അലോക് വർമ്മയുടെ കണ്ണുകളിൽ തീക്ഷ്ണത നിറഞ്ഞു. അതോടൊപ്പം തന്നെ അതിഭീകരമായ ഒരു മയക്കുമരുന്നിൻ്റെ സാന്നിധ്യവും അവളുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നോവ ഒരിക്കലെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നോ അത്തരമൊരു ശീലം അവൾക്കുണ്ടെന്നോ ഒരൊറ്റ തെളിവ് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേറെ മരുന്നുകൾ അവളുടെ ശരീരത്തിലെത്തിയത് എങ്ങനെയാണ്? അദ്ദേഹം എല്ലാ മുഖങ്ങളിലേക്കും സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തുടർന്നു. പോലീസ് സർജനുമായി ഞാൻ സംസാരിച്ചിരുന്നു. മാധ്യമങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത, റാം സാർ പോലും അറിയാത്ത ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഈ വിവരങ്ങൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങണം. അലോക് പറയുമ്പോൾ ആ മുറിയിലെ ഓരോ കണ്ണും ആകാംക്ഷയോടും ഭയത്തോടും കൂടി അദ്ദേഹത്തിലേക്ക് ചുരുങ്ങി.
അലോക് ഒരു നിമിഷം ശ്വാസമെടുത്ത് തുടർന്നു. കുഞ്ഞിൻ്റെ ശരീരത്തിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ കരിഞ്ഞുണങ്ങിയ ഒന്നിലധികം പാടുകളുണ്ട്. കഴിഞ്ഞുപോയ മാസങ്ങളിൽ എപ്പോഴോ അവൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ആ വാക്കുകൾ ആ മുറിയിലെ അന്തരീക്ഷത്തെ ഒന്നാകെ തണുപ്പിച്ചു. പെൺമക്കളുള്ള ഉദ്യോഗസ്ഥരുടെ മുഖത്ത് വേദനയുടെയും രോഷത്തിൻ്റെയും നിഴൽ വീണു. ഇത്രയും ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൾക്ക് പോലും സുരക്ഷയില്ലാത്ത നാട്ടിൽ സാധാരണക്കാരായ പെൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന ചിന്ത എല്ലാവരിലും ഭയത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറക്കി. ഇനി മറ്റൊരു കാര്യം, അലോക് സ്ക്രീനിലേക്ക് ചൂണ്ടിക്കൊണ്ട് തുടർന്നു. നോവയുടെ മൃതദേഹം കണ്ടെത്തിയ ആ മിനി കൂപ്പർ രാഹുലിൻ്റേതാണ്. രാഹുലിനെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മിനിസ്റ്ററിൻ്റെ മകൻ. എന്നതിലുപരി അവൻ നോവയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ്. വണ്ടിയിൽ നിന്ന് അവൻ്റെ മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇനി എന്താ സാർ ഒരു അമാന്തം? രാഹുൽ, അവൻ തന്നെയാണ് ഇതിന് പുറകിൽ. തെളിവുകൾ വ്യക്തമാണല്ലോ. നമുക്കുടൻ തന്നെ അവനെ അറസ്റ്റ് ചെയ്തുകൂടെ? സദസ്സിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു. അലോക് ഒരുതരം മടുപ്പോടെ തലയാട്ടി. കാര്യങ്ങൾ നിങ്ങൾ കരുതുന്നത്ര ലളിതമല്ല. രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ തക്ക തെളിവുകൾ നിരത്തുമ്പോഴും അവിടെ വലിയൊരു തടസ്സമുണ്ട്. അവൻ ഇവിടെ ഇല്ല. 2 ആഴ്ച മുൻപേ അവൻ കാനഡയിലേക്ക് പറന്നിരുന്നു, തൻ്റെ മുത്തശ്ശി മുത്തച്ഛന്മാർക്കൊപ്പം. സർ, ഒരുപക്ഷെ ആരും അറിയാതെ അവൻ രഹസ്യമായി തിരിച്ചെത്തി കൊലപാതകം നടത്തി വീണ്ടും പോയതായിരിക്കില്ലേ? അലോക് അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ആ സാധ്യതയും ഞാൻ പരിശോധിച്ചതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. നോവ മരിച്ചെന്ന് പറയപ്പെടുന്ന സമയത്ത് രാഹുൽ കാനഡയിൽ തൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന് തെളിവുകളുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നടന്ന കൊലപാതകത്തിൽ അവൻ എങ്ങനെ പ്രതിയാകും? അലോക് ഉന്നയിച്ച ആ സങ്കീർണമായ ചോദ്യത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥർ നിശബ്ദരായി. എങ്കിലും പലരുടെയും മനസ്സിൽ സംശയത്തിൻ്റെ കനലുകൾ കെട്ടടങ്ങിയിരുന്നില്ല. പക്ഷെ സാർ, ആ വണ്ടി അയാളുടേതല്ലേ? അവനറിയാതെ ഇങ്ങനെയൊരു സംഭവം നടക്കില്ല. അവനു വേണ്ടി മറ്റാരെങ്കിലും ചെയ്യിച്ചതായിരിക്കാം. ഉദ്യോഗസ്ഥരിൽ ഒരാൾ തൻ്റെ സംശയം ഉറപ്പിച്ചു പറഞ്ഞു. അതിനും സാധ്യതയുണ്ട്. പക്ഷേ രാഹുൽ എന്തിനത് ചെയ്യണം? നോവയുടെ കുടുംബവും രാഹുലിൻ്റെ പിതാവ് ശേഖറും തമ്മിൽ വർഷങ്ങളായുള്ള ആത്മബന്ധമാണുള്ളത്. രാഹുലും നോവയും ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്നവർ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ആരോപണം റാംസാർ പോലും വിശ്വസിക്കില്ല. മാത്രമല്ല, രാഹുലിനെ പോലൊരു കുടുംബത്തിലെ അംഗത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിശക്തമായ തെളിവുകൾ വേണം. അതുതന്നെയാണ് നമ്മുടെ കയ്യിലില്ലാത്തതും. അലോക് നിരാശയോടെ കസേരയിലേക്ക് ചാരി. അദ്ദേഹം ഒരു നിമിഷം നിർത്തി ശബ്ദം താഴ്ത്തി തുടർന്നു. പിന്നെയുമുണ്ട് കുറേയേറെ വൈരുദ്ധ്യങ്ങൾ. ഞാൻ രാഹുലുമായി സംസാരിച്ചിരുന്നു. വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് അവൻ ആ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടാണ് പോയത്. ആ വർക്ക്ഷോപ്പിൽ ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷെ ആ വണ്ടി അവിടെ നിന്നും മിസ്സായത് ആ സംഭവം നടക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയാണ്. അതാരെവിടേക്ക് കൊണ്ടുപോയി എന്ന് ആർക്ക് യാതൊരു ഐഡിയയില്ല. പിന്നെ നോവ നമ്മുടെ കോൺസ്റ്റബിളിനോട് പറഞ്ഞ വാക്കുകൾ, അതൊരു വലിയ പ്രഹേളികയാണ്. അദ്ദേഹം മുറിയിലെ ഭാരമുള്ള നിശബ്ദതയിലേക്ക് കണ്ണുകൾ പായിച്ചു. നോവ പറഞ്ഞത് രാഹുലിനൊപ്പമാണ് അവൾ പുറത്തേക്ക് പോകുന്നത് എന്നാണ്. നാട്ടിലില്ലാത്ത രാഹുലിനൊപ്പം അവൾ എങ്ങനെ പുറത്തുപോയി? അതോ നോവ ആ കോൺസ്റ്റബിളിനോട് നുണ പറഞ്ഞതാണോ? എന്തിനു വേണ്ടി? ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് ഒരു കൊലപാതകിയെ മാത്രമല്ല, ഒരു മായയെ കൂടിയാണ്. അലോക് പറഞ്ഞു നിർത്തി. ആ മുറിയിലുയർന്ന ചോദ്യചിഹ്നങ്ങൾ അപ്പോഴും ബാക്കിയായിരുന്നു. നോവ പറഞ്ഞ രാഹുൽ ആരായിരുന്നു? വർക്ക്ഷോപ്പിൽ കൊടുത്തിരുന്ന ആ വണ്ടി എങ്ങനെ ആ മൈതാനത്തെത്തി? അലോക് വർമ്മയുടെ ഈ അന്വേഷണം എങ്ങോട്ടാണ് നീങ്ങുന്നത്? തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.